Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ പ്രോസസ് കോസ്റ്റിംഗ് ചാപ്റ്ററിലെ അബ്നോർമൽ ലോസ് എന്നുള്ള ടേമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് അബ്നോർമൽ ലോസ്? വെൻ ആക്ച്വൽ ലോസ് ഇൻ ദ പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ എസ്റ്റിമേറ്റഡ് നോർമൽ ലോസ്, ദാറ്റ് ഡിഫറൻസ് ഈസ് കോൾഡ് അബ്നോർമൽ ലോസ്. യഥാർത്ഥത്തിലുള്ള നഷ്ടം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നോർമൽ ലോസിനേക്കാളും കൂടുതലാവുന്ന സമയത്താണ് അബ്നോർമൽ ലോസ് ഉണ്ടാകുന്നത്. ഈ അബ്നോർമൽ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ അബ്നോർമൽ ലോസ് ഉണ്ടാകുന്നത് മെഷീൻ ബ്രേക്ക് ഡൗൺ, അതല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ യൂസ് ചെയ്യുക, കെയർലെസ് വർക്കിംഗ്, ഇതിൻ്റെയൊക്കെ റിസൾട്ടിലാണ് അബ്നോർമൽ ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അബ്നോർമൽ ലോസ് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ വെൻ ആക്ച്വൽ ലോസ് ഈസ് എക്സസ് ദാൻ ദ എക്സ്പെക്റ്റഡ് നോർമൽ ലോസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന നോർമൽ ലോസിനേക്കാളും കൂടുതലാവുന്ന സമയത്താണ് അവിടെ അബ്നോർമൽ ലോസ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അബ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുന്നത് ഫുൾ കോസ്റ്റിലാണ്. അത് ക്രെഡിറ്റ് ചെയ്യുന്നു പ്രോസസ് അക്കൗണ്ടിൽ ബൈ അബ്നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ദ അബ്നോർമൽ ലോസിന് മേ ഹാവ് റിയലൈസബിൾ ഓർ സ്ക്രാപ്പ് വാല്യൂ. അബ്നോർമൽ ലോസിന് റിയലൈസബിൾ ഓർ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടായിരിക്കും. റിയലൈസബിൾ വാല്യൂ, അബ്നോർമൽ ലോസിൻ്റെ റിയലൈസബിൾ വാല്യൂ അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അതിൻ്റെ ബാലൻസ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജേർണൽ എൻട്രീസ് നോക്കാം. ഫോർ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഓർ വേസ്റ്റേജ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. For realizable value of abnormal loss, cash account debtor to abnormal loss account. Then for transferring the balance in abnormal loss account, costing profit and loss account debtor to abnormal loss account. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് വാല്യൂഷൻ ചെയ്യുന്നത് പറയുന്നത്. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഇൻറ്റു abnormal loss or cost per unit into units of abnormal loss. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് സെയിലോ സ്ക്രാപ്പ് ലെസ് ചെയ്തിട്ട്. ഇനി നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണോ ഇൻപുട്ട് മൈനസ് യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഇവിടെ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് കമ്പനി ടു പ്രോസസ്സിലൂടെയാണ് പോകുന്നത്, എ ആൻഡ് ബി. ഇറ്റ് ഈസ് അസർട്ടൈൻ ദാറ്റ് ഇൻ ഈച്ച് പ്രോസസ് നോർമലി 5% ഓഫ് ദ ടോട്ടൽ വെയിറ്റ് ഈസ് ലോസ്റ്റ്. അതായത് യൂണിറ്റ്സിൽ ടോട്ടൽ യൂണിറ്റ്സിൽ 5% ഓഫ് ടോട്ടൽ ഈസ് ലോസ് ഇൻ വെയിറ്റ് 5% ആണ്. ആൻഡ് 10% സ്ക്രാപ്പാണ്. വിച്ച് പ്രോസസ് ഫ്രം എയിൽ സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത് 10% സ്ക്രാപ്പാണെന്ന് പറഞ്ഞു. അത് റിയലൈസ് ചെയ്യുന്നത് ₹80 പെർ ടൺ എയിൽ, ബിയിൽ ₹200 പെർ ടൺ. ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, പ്രോസസ് എയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് 1000 ടൺസ്, ബിയിൽ 70, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ ടൺ 125, ബിയിൽ 200, വേജസ് 28,000, ബിയിൽ 10,000, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 8,000, 5,250, ദെൻ ഔട്ട്പുട്ട് ഇൻ ടൺസ് 830, 780. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. പ്രോസസ് എ അക്കൗണ്ട് ടൺസ്, amount, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു മെറ്റീരിയൽ 1000 ടൺസ് ആണ് മെറ്റീരിയൽ, 1,25,000. wages 28,000, manufacturing expense 8,000,
by normal loss 5% of 1000 5% of 1000 loss in weight ആണ്. 50 tons loss in weight എമൗണ്ട് കോളത്തിലില്ല, എഴുതില്ല. ലോസ് ഇൻ വെയ്റ്റിന് നോ റിയലൈസബിൾ വാല്യൂ, അതുകൊണ്ട് 50 എന്നുള്ളത് ടൺസ് കോളത്തിൽ മാത്രമാണ് എഴുതുക. ലോസ് ഇൻ വെയ്റ്റ് ആണിത്. സെയിൽ ഓഫ് സ്ക്രാപ്പ് 10% of 1000 100 റിയലൈസ് ചെയ്യുന്നത് 80 റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8000. ഇത്രയാണ് മെറ്റീരിയൽ, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഇതൊക്കെ വരുന്നത്. ബൈ നോർമൽ ലോസ് 5% of 1000 ലോസ് ഇൻ വെയ്റ്റ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്. ഇനി ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. 830 യൂണിറ്റ്സ് ആണ് ബിയിലേക്ക് പോകുന്ന ഔട്ട്പുട്ട്. നമുക്കിതിൽ അബ്നോർമൽ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് അറിയണം. വർക്കിങ്സ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് 1000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നിന്ന് നോർമൽ ലോസ് ലെസ് ചെയ്യുക. നോർമൽ ലോസ് എന്ന് പറയുന്നത് 150. സോ 850 ഈസ് ദ നോർമൽ ഔട്ട്പുട്ട് എക്സ്പെക്റ്റഡ്. ഇനി നമുക്കിതിൽ നിന്ന് ലെസ് ആക്ച്വൽ ഔട്ട്പുട്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ 830 ആണ്. പ്രോസസ്സ് എയിലെ ആക്ച്വൽ ഔട്ട്പുട്ട് 830 ആണ്. സോ 20 ടൺസ് എന്ന് പറയുന്നത് 20 ടൺസ് ഇവിടെ അബ്നോർമൽ ലോസ് ആണ്. ഇനി ഈ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് is equal to normal cost of normal output divided by normal output units into abnormal loss. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആണ്. ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1,25,000, 28,000, 8,000 ഇതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതിൻ്റെ ടോട്ടൽ 1,61,000 വരുന്നുണ്ട്. അപ്പോൾ 1,61,000 മൈനസ് ഇത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 8,000 തന്നിട്ടുണ്ട്. 80 റുപ്പീസ് വെച്ച് റിയലൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 8,000 അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ്. നോർമൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ് പറഞ്ഞാൽ എത്രയാണോ ഇൻപുട്ട് ചെയ്തത് 1000 ആണ്, മൈനസ് അതിൽ നിന്ന് നോർമൽ ലോസ് ലെസ് ചെയ്യുക. നോർമൽ ലോസ് 150 ആണ്. 150 ലെസ് ചെയ്യുക ഇൻറ്റു അബ്നോർമൽ ലോസ് ഇവിടെ എത്രയാണ് 20 ആണ്. നോക്കാം. അതിൽ 1,61,000 minus total expenditure minus 8,000 scrap value divided by normal output 1,000 minus 150, it is 850. 180 into 20, 3,600. 3,600 ആണ് അബ്നോർമൽ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. നമുക്ക് പ്രോസസ് അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാം. ബൈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് എത്രയാണ് 20 ടൺസ്. ദെൻ അതിൻ്റെ എമൗണ്ട് 3,600. ഇനി ബൈ പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 830 ടൺസ് ആണ്. 830 ടൺസ്. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയാത്തത്. ഇവിടെ ബാലൻസ് ചെയ്യാൻ അക്കൗണ്ട് 1000, ഇതിൽ 1,61,000, 1000, ഇവിടെയും 1,61,000. ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് 1,61,000, 8,600, 3,600 ബാലൻസ് ചെയ്യുമ്പോൾ 1,49,400 കിട്ടും. ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഇതിൻ്റെ കോസ്റ്റ് പെർ ടൺ ഇസ് ഈക്വൽ ടു
1,49,400 divided by 830, that is rupees 180. ഇതാണ് പ്രോസസ് എ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് എ അക്കൗണ്ടിൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1,000, 125 വെച്ചിട്ട് 1,25,000, വേജസ് 28,000, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 8,000. അപ്പോൾ നോർമൽ ലോസ് 50, ക്വാണ്ടിറ്റിയിൽ മാത്രം യൂണിറ്റ് കോളത്തിൽ എഴുതുന്നു, വാല്യൂ ഇല്ല. സെയിൽ ഓഫ് സ്ക്രാപ്പ് 100, 80 റുപ്പീസ് വെച്ച് റിയലൈസ് ചെയ്തത്. അബ്നോർമൽ ലോസ് 20 ആണ്, 3,600 അതിൻ്റെ വാല്യൂ, 830, 1,49,400. ഇനി അടുത്തത് നമുക്ക് പ്രോസസ് ബി അക്കൗണ്ട്. പ്രോസസ് ബി അക്കൗണ്ട്. ഇതിൽ പ്രോസസ് ബി അക്കൗണ്ടിൽ എഴുതുമ്പോൾ ആദ്യം പ്രോസസ് എ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തെഴുതണം. ഇപ്പോൾ ടു പ്രോസസ് എ അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ഫ്രം എ അക്കൗണ്ട്, അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് ഇവിടെ എടുത്തെഴുതണം. അപ്പോൾ അതിൽ ട്രാൻസ്ഫർ ചെയ്തത് 830 ആണ് ഔട്ട്പുട്ട്. 830, 1,49,400. ഇനി ഇതിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയൽസ് എഴുതാം. മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 70 ആണ്. 70 മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 200 റുപ്പീസിനാണ്. അപ്പോൾ 14,000. അടുത്ത വേജസ് 10,000. Manufacturing expense 5,250. ഓക്കെ, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 5,250. ഇനി ഇവിടെ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ പോലെ തന്നെ ബൈ നോർമൽ ലോസ്. ഈ പ്രോസസ് ബിയിലും നോർമൽ ലോസ് ഉണ്ട്. 5% ഓഫ് ലോസ് ഇൻ വെയിറ്റ്, 5% ഓഫ് ടോട്ടൽ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഇവിടെ കണക്കാക്കുന്ന സമയത്ത് നമ്മൾ 830 + 70 എടുക്കണം. 830 + 70 എടുക്കുമ്പോൾ 900, 5% ഓഫ് 900. അപ്പോൾ 45 ടൺസ് വാല്യൂ കോളത്തിലില്ല. ഇനി അടുത്തത് സെയിൽ ഓഫ് സ്ക്രാപ്പ്. 10% ഓഫ് 900 ആണ്. 10% ഓഫ് 900, 90 ടണ്ണ്. അത് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 200 ആണ്. അപ്പോൾ 18,000. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് സെയിൽ ഓഫ് സ്ക്രാപ്പ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി ഇതിൻ്റെ ഫിനിഷ്ഡ് സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത് 780, അതായത് 780 റുപ്പീസാണ് ഔട്ട്പുട്ട് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് പോകുന്നത്. 780. അതിന് മുൻപ് നമുക്ക് വർക്കിങ്സ് ചെയ്യാം. യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇവിടെ 900 യൂണിറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ പ്രോസസ്സിൽ 830യും ഇപ്പോൾ പുതുതായിട്ടുള്ള മെറ്റീരിയൽ 70യും. അപ്പോൾ 900. അതിൽ നിന്ന് ലെസ് നോർമൽ ലോസ് പറയുന്ന സമയത്ത് ഏതൊക്കെ വരും? 45ഉം 90യും. 135, 765. ഇതാണ് നോർമൽ ഔട്ട്പുട്ട്. ഇതിൽ നിന്ന് ലെസ് ആക്ച്വൽ ഔട്ട്പുട്ട് 780. ഇതിൻ്റെ ഡിഫറൻസ് 15 യൂണിറ്റ്സ് അല്ലേ? 15 യൂണിറ്റ്സ്. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് 780. നോർമൽ ഔട്ട്പുട്ട് ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. അതിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇതെന്താണ്? അബ്നോർമൽ ഗെയിനാണിത്. ഈ 15 ടണ്ണ്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് abnormal gain. Normal cost of normal output divided by normal output units into
അബ്നോർമൽ ഗെയിൻ. ഇവിടെ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കാം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് 1,49,400 പ്ലസ് 14,000 പ്ലസ് 10,000 പ്ലസ് 5,250 എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1,78,650 കിട്ടുന്നുണ്ട്. മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചറാണിത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇത്ര കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂം കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് ഈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ 18,000 ആണ്. 18,000 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ്. നോർമൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ് എത്രയാണ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 900 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ നമുക്ക് വരുന്ന നോർമൽ ലോസ് 135 ആണ്. അപ്പോൾ 765 ആണ് നോർമൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഇൻറ്റു അബ്നോർമൽ ഗെയിൻ 15 ആണ് അബ്നോർമൽ ഗെയിൻ. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1,78,650 minus 18,000 divided by 765 into 15 per 3,150. ഇവിടെ നമുക്ക് എഴുതണം. എവിടെ അബ്നോർമൽ ഗെയിൻ എഴുതുക? ഈ സൈഡ് ഡെബിറ്റ് സൈഡാണ് എഴുതുക. അബ്നോർമൽ ഗെയിൻ 15 ടൺസ് ആണ്. 3,150 അതിൻ്റെ വാല്യൂ 3,150 അതിൻ്റെ വാല്യൂ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബാലൻസ് ചെയ്യാം. ഇവിടെ 915 അതുപോലെ 1,81,800 ടോട്ടൽ. ഇതിലും 915 1,81,800. ഇവിടെ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് മാറ്റുന്നത് ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് 300 rupees. ഫിനിഷ്ഡ് സ്റ്റോക്ക് പറയുന്നത് 780 ആണ്. 780 ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ 780. ഇനി ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുക. 1,81,800 നിന്ന് 800 മൈനസ് 18,000. അപ്പോൾ 1,63,800. ഇതാണ് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ. കോസ്റ്റ് പെർ ടൺ 1,63,800 ഡിവൈഡഡ് ബൈ 780. 210 ഇതാണ് പ്രോസസ് ബി അക്കൗണ്ട്. അപ്പോൾ പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് പ്രോസസ് എ അക്കൗണ്ട് ആദ്യം നേരത്തെ പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത 830 യൂണിറ്റ്സ് അതിൻ്റെ 1,49,400 എമൗണ്ട്. ഇനി പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത 70 എമൗണ്ട് 200 rupees വെച്ചിട്ടാണ്. അപ്പോൾ 14,000. വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, നോർമൽ ലോസ് 5% ഓഫ്. ഇത് രണ്ടും കൂടിയുള്ളതിൻ്റെയാണ് കണക്കാക്കുക 45. സെയിൽ ഓഫ് സ്ക്രാപ്പ് 90 10% ഓഫ് 990 18,000. ഇനി ഫിനിഷ്ഡ് സ്റ്റോക്ക് 780 തന്നിട്ടുണ്ട്. നമുക്കിവിടെ വർക്കിങ്സ് അബ്നോർമൽ ഗെയിൻ ആണ് കിട്ടിയത്. അതിൻ്റെ വാല്യൂ 3,150. ബാലൻസ് ചെയ്യുമ്പോൾ 915 1,81,800. ഫിനിഷ്ഡ് സ്റ്റോക്കിൽ 780 എഴുതി ബാലൻസിങ് ഫിഗറായിട്ട് 1,63,800 കിട്ടി. എമൗണ്ട് കോസ്റ്റ് പെർ ടൺ 210. ഓക്കെ, താങ്ക് യു.